അതിർത്തിയിൽ എല്ലാവരും ഇപ്പോൾ സംശയിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് ഇന്ത്യ അതിർത്തിയിൽ നീക്കങ്ങൾ വൈകുന്നു. കാരണം പലരുടെയും മനസ്സിൽ ഈ ആക്രമണം, സാധാരണ നമ്മളൊരു യുദ്ധത്തെ ഒട്ടും ആഗ്രഹിക്കുന്ന ആളുകളല്ല, പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം നമ്മളുടെയൊക്കെ മനസ്സിൽ എത്രയും പെട്ടെന്നൊരു പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, മാത്രമല്ല അന്തർദേശീയ നിയമങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഒരു തീരുമാനവും തെറ്റായിക്കൂടാ എന്നുള്ളതാണ്. ഇപ്പം മുമ്പ് നമ്മൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയത് 10-15 ദിവസത്തോളം ആലോചിച്ച് ഉറച്ചെടുത്ത ഒരു തീരുമാനമാണ്. നമ്മൾ ആദ്യം ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ വ്യക്തമായൊരു മെസ്സേജ് പാകിസ്ഥാന് നൽകി, തങ്ങളുടെ സിന്ധു നദീജല കരാറിൽ പിന്മാറുന്നു. പാകിസ്ഥാനിലെ പൗരന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തങ്ങൾ വന്ന വഴിയിലൂടെ രക്ഷപ്പെട്ടോളുക, അല്ലാതെ ഇനി ഇവിടെ നിൽക്കാൻ ഒരു നിമിഷം പോലും നമ്മൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അവരുമായി യാതൊരു തരത്തിലുള്ള സൗഹൃദത്തിനും നമ്മൾ തയ്യാറല്ല എന്നും ഔദ്യോഗിക ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുവാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ സൈനികമായി പെട്ടെന്ന് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം അവർക്കൊരു മെസ്സേജ് നൽകുകയാണ്. ആ മെസ്സേജിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, ഒരു സൈനിക നടപടിയൊക്കെ നടത്തുന്നതിന് മുമ്പ് അന്തർദേശീയ രംഗത്തെ ഒട്ടേറെ രാജ്യങ്ങളുടെ പിന്തുണ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്തർദേശീയ നിയമങ്ങൾ പാലിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ എല്ലാ രാജ്യങ്ങൾക്കും വിശ്വസനീയമാകുന്ന തരത്തിലുള്ള തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അറിയാം, സൗദി അറേബ്യയിലായിരുന്നു. അദ്ദേഹം ആ സന്ദർശനമൊക്കെ വെട്ടിച്ചുരുക്കിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതിനുശേഷം പല ലോകരാഷ്ട്ര നേതാക്കന്മാരുമായിട്ടും നമ്മൾ ഫോണിലൂടെയും അല്ലാതെയും കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു. ഇതിനോടകം തന്നെ ഇസ്രയേൽ അതിൻ്റെ പരിപൂർണമായ പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും അവരുടെ പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള ഒരു ആക്രമണം നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സൈനികമായ നടപടി, ആണവായുധം ഉപയോഗിക്കുന്നതിനേക്കാൾ ശക്തിയുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്ന് ഇന്ത്യ തിരിച്ചറിയണം. അപ്പം നമ്മൾ കേവലം ഒരു ആയുധം ഉപയോഗിച്ചൊരു യുദ്ധത്തിലൂടെ പാകിസ്ഥാനെ നിലം പിരിച്ചാക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ തന്ത്രം. അതിനേക്കാൾ മികച്ച ആവനാഴിയിലെ അസ്ത്രങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്തത്? പാകിസ്ഥാൻ്റെ സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള നട്ടലൊടിക്കുന്ന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പാകിസ്ഥാൻ ആ രാജ്യമായി നിലനിന്ന് പോകണമെങ്കിൽ, ഒരു ഭീകരവാദത്തിൻ്റെ കൂടാരമായിട്ടുള്ള, ഭീകരവാദത്തിൻ്റെ ഫാക്ടറി എന്നാണ് പാകിസ്ഥാനെ വിളിക്കുന്നത്, ആ പാകിസ്ഥാന് ഓരോ ദിവസവും ജീവിച്ചു പോകണമെങ്കിൽ അവരുടെ ജീവിത അവസ്ഥകൾ എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിയെയും സമ്പദ് വ്യവസ്ഥയൊക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. ആ കൃഷിക്കാവശ്യമായ ജലം നൽകുന്ന, അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ എണ്ണയായി പ്രവർത്തിക്കുന്ന നമ്മുടെ സിന്ധു നദി ജല കരാറിലൂടെ 6 നദികളിൽ നിന്ന് ലഭ്യമാകുന്ന ജലം, അതിലെ 3 നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 3 നദികളെ സംബന്ധിച്ചിടത്തോളമാണ് പാകിസ്ഥാന് നിയന്ത്രണമുള്ളത്. അതിൽ തന്നെയും വേണമെങ്കിൽ ജലഗതാഗതത്തിനും അതുപോലെ തന്നെ വൈദ്യുത പദ്ധതികൾക്കൊക്കെ വേണ്ടി ഇതിലെ ജലം ഉപയോഗിക്കാമെന്നുള്ള വ്യവസ്ഥ ലോകബാങ്കുമായി, അതുപോലെ ലോകബാങ്കിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ഈ കരാറിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ചില തർക്കങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ചില ജലവൈദ്യുത പദ്ധതികൾ ഒക്കെ ഉണ്ടാക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിന് വലിയ വിമർശനമാണ് പാകിസ്ഥാനിലുണ്ടായത്. അവർ ഇതുമായി അന്തർദേശീയ നീതിന്യായ കോടതിയിൽ വരെ ഈ പ്രശ്നം കൊണ്ടെത്തിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ നിന്നൊക്കെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് കിട്ടിയത്. നമ്മൾ അവിടേക്കുള്ള പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ തടയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ ജലവൈദ്യുത പദ്ധതികളൊക്കെ നമ്മൾ ഇന്ത്യ ചെയ്ത് വെറുതെ ഒന്നുമല്ല കേട്ടോ. ഈ ജലവൈദ്യുത പദ്ധതികൾ വേണ്ടി വന്നാൽ അവിടേക്കുള്ള ജലത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ജലം തിരിച്ചുവിടുന്നതിനുള്ള പദ്ധതികളായി ഉപയോഗിക്കുവാനുള്ള ശേഷിയും ഇന്ത്യ ഇതിനോടകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ നമ്മുടെ ജലവകുപ്പ് മന്ത്രി പറഞ്ഞത്, ഈ ജലം ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാന് നൽകാതെ തിരിച്ചുവിടാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്ത്യ നടത്തിയത്. അപ്പോൾ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണവായുധം വിട്ട് അവിടെയുള്ള കുറേ ആളുകളെ കൊല്ലുക എന്നതിനേക്കാൾ അവിടെയുള്ള ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട്
അങ്ങനെ ജനജീവിതം ദുസ്സഹമാകുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അവർ സ്വാഭാവികമായും പാകിസ്ഥാനെതിരെ തിരിയും എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമ്മൾ റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റഷ്യ അവിടെ ഹമാസിനെതിരെ നടത്തിക്കൊണ്ടിട്ടുള്ള ആക്രമണത്തിൽ അവിടെ ധാരാളം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഹമാസിനെതിരെ തന്നെ, ഹമാസിനെ പുറത്താക്കുന്നതിന് വേണ്ടി ഉള്ള പ്രതിഷേധങ്ങൾ അവിടെ തന്നെ വരുന്നതായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമ്പോൾ അവരതിൻ്റെ കാരണം മനസ്സിലാക്കി പ്രതികരിക്കും എന്നുള്ളതാണ്. ഇവിടെയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നമ്മൾ ജലം തടസ്സപ്പെടുത്തിയാൽ സ്വാഭാവികമായും പാകിസ്ഥാനിലെ ജനതയുടെ ജീവിതം ദുസ്സഹമായി മാറുകയും അതവിടെ അവർ തന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കാനുള്ള കാരണമായി മാറുകയും ചെയ്യുന്നു. ഇതിനോടകം തന്നെ ചില മൂവ്മെൻറ്റുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്, ബലൂജ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബലൂജ് പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവർ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ധാരാളം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായാൽ അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഉറപ്പായും അവിടുത്തെ പാകിസ്ഥാനിലെ സർക്കാരിന് നിയന്ത്രണമില്ലാത്ത തരത്തിൽ പാകിസ്ഥാൻ അസ്ഥിരപ്പെടും എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഓർക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏത് തരത്തിലുള്ള തീരുമാനവും ഇന്ത്യ കൈക്കൊള്ളുന്നതിന് മുമ്പ്, പാകിസ്ഥാനെ അസ്ഥിരപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അയൽ രാജ്യമായ പാകിസ്ഥാനെ ഒരിക്കലും ഒരു നശിച്ചു പോകേണ്ടുന്ന രാജ്യമാണെന്ന് സങ്കല്പിക്കുന്ന രാജ്യമല്ല. അയൽക്കാരൻ നന്നായിരുന്നാൽ നമുക്കും സ്വസ്ഥതയുണ്ടാകും എന്ന് ചിന്തിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് നെയ്ബർഹുഡ് ഫസ്റ്റ്, അതായത് അയൽ രാജ്യങ്ങളെ ആദ്യം സഹായിക്കണം, അയൽ രാജ്യങ്ങളുമായി ആദ്യം സൗഹൃദം സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം വിദേശ നയത്തിന് ഊന്നൽ കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഗുജറാൾ ഡോക്ടറിനൊക്കെ നമുക്കറിയാം, ഗുജറാൾ തന്ത്രമൊക്കെ. അയൽ രാജ്യങ്ങൾക്ക് മതിയായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുകയും അവരുമായി സൗഹൃദത്തിൽ പോകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. എന്നാൽ ദൗർഭാഗ്യവശാൽ പാകിസ്ഥാനാകട്ടെ ഇതൊന്നും മനസ്സിലാക്കാത്ത തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ മറക്കും. ഈ പെട്ടെന്നുള്ളൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടമല്ല ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ വലിയ തിരിച്ചടികളാണ് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിന്ധു നദീജല കരാർ ക്യാപ്റ്റൻ അബേയൻസിൽ വെക്കുക, അല്ലെങ്കിൽ അത് തൽക്കാലം മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ പാകിസ്ഥാൻ എന്താ മറുപടി പറഞ്ഞത്? അതൊരു യുദ്ധ പ്രഖ്യാപനമായി കാണുന്നു എന്നാണ്. അൻ ആക്ട് ഓഫ് വാർ, യുദ്ധത്തിലെ ഒരു നടപടിക്രമമായി കാണുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായി കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? കേവലം ഒരു കരാർ റദ്ദാക്കിയപ്പോൾ, നമ്മൾ ഷിംല കരാർ റദ്ദാക്കിയപ്പോൾ നമ്മൾ ചിരിച്ചു, കാരണം അത് നമുക്ക് അനുകൂലമായി മാറുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്തെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ആനമണ്ടത്തരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ ജനതയെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അവരെടുത്തുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ പറയും പോലെ സെൽഫ് ഗോളാണ് സിംല കരാറിൽ അവർ പിന്മാറുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജല കരാറിൽ നമ്മളത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം വളരെ മുമ്പ് നടത്തിയിട്ടുണ്ട്. ജലവും രക്തവും ഒരുമിച്ചൊഴുകുകയില്ല എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നേരത്തെ നടത്തിയതാണ്. അന്ന് നമ്മളൊക്കെ സംശയിച്ചു എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ അത് വളരെ കൃത്യമായി വന്നിരിക്കുന്നു. നമ്മുടെ അവിടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ജീവനോപാധിയായ കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും ഒക്കെ അടിസ്ഥാനമായി ഈ നദികളിലെ ജലത്തെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്, ഈ 6 നദികളും അതുമായി ബന്ധപ്പെട്ട ജലത്തെയൊക്കെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഇന്ത്യ നിയന്ത്രിക്കാൻ ശ്രമിക്കുക വഴി സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ നട്ടലൊടിക്കുന്ന പ്രവർത്തനമാണ് ഇന്ത്യ നടത്തുന്നത്. പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട് ഒരിടത്തും പോയി പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയില്ല. കാരണം ഇതിനേക്കാൾ വലിയ ഭീകരാക്രമണം നമുക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്ന പാകിസ്ഥാന് എവിടെ നിന്നാണ് പിന്തുണ ലഭ്യമാകുന്നത്? അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള നടപടികളൊക്കെ നടത്തി ഭീകരവാദ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി കൊടുക്കേണ്ടുന്ന സമയത്ത് മറുപടി കൊടുക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും. ഇന്ത്യ മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് ശേഷം അമിത്ഷാ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് ഭീകരവാദമൊക്കെ നടത്തിയാൽ അവരുടെ കൂടാരത്തിൽ ചെന്ന് അവരെ തീർക്കുന്ന 2 രാജ്യങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതൊന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയുമാണ്. അവരുടെ പട്ടികയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി ഇന്ത്യക്കെതിരെ ഭീകരവാദ ആക്രമണം നടത്തിയിട്ടുള്ള മിക്ക ആളുകളെയും ഏതാണ്ട് 2020 ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങനെയുള്ള എല്ലാവരെയും വീട്ടിൽ കയറി തീർത്തിട്ടുള്ള, അത് ആര് എപ്പോൾ പോയി ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും അജ്ഞാതരുടെ വെടിയേറ്റാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഭീകരവാദികൾ അവരുടെ വീട്ടിൽ കയറി അവരെ ഇല്ലാതാക്കുവാനുള്ള ഇൻ്റലിജൻസ് സംവിധാനവും മിലിറ്ററി സംവിധാനവും ഇന്ന് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചടി വൈകുന്നു എന്നുള്ള ആകുലത ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ട.
തിരിച്ചടി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശക്തമായിട്ടുള്ള മെസ്സേജാണ് പാകിസ്ഥാൻ കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ പാകിസ്ഥാൻ ഉഴലുകയാണ്. അവിടെയുള്ള മിലിറ്ററി നേതാക്കന്മാരും മിലിറ്ററി ലീഡർഷിപ്പും ഒക്കെ അവിടെയുള്ള അവരുടെ കുടുംബത്തെയൊക്കെ ഏതാണ്ട് സേഫ് സോണിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം പാകിസ്ഥാൻ വിരള പിടിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങൾ പോലും നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലും അവർ എത്രത്തോളം പേടിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലിമിറ്റഡായിട്ടെങ്കിലും ഭീകരവാദികളെ കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള തിരിച്ചടികൾ ഇന്ത്യൻ ഭാഗത്തു നിന്നുണ്ടാകും. അത് നമ്മൾ ജനങ്ങൾ കരുതുന്നത് പോലെ പെട്ടെന്നൊരു ആണവായുധം ഇട്ട് നശിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്രമണം നടത്തി നശിപ്പിക്കുക എന്നുള്ളതല്ല. ഇഞ്ചിഞ്ചായി പാകിസ്ഥാനെ ഇല്ലാതാക്കുന്നതിനുള്ള, ഇഞ്ചിഞ്ചായി പാകിസ്ഥാനെ നടുവൊടിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒപ്പം വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ വേണ്ടുന്ന പോയിന്റുകളിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യയുടെ ഒരു മെച്യൂരിറ്റിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ പക്വതയാണ് അത് കാണിക്കുന്നത്. എടുത്തു ചാടി ആക്രമണങ്ങൾ നടത്തുന്നതിനേക്കാൾ കാത്തിരുന്ന് ഉചിതമായ സന്ദർഭത്തിൽ അടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ത്യൻ മണ്ണിൽ ചോരകൾ വീഴ്ത്തിയ ഓരോരുത്തരും കരുതിയിരുന്നുള്ളൂ, നിങ്ങളുടെ മണ്ണിലേക്ക് ഇന്ത്യൻ സൈന്യവും ഇന്ത്യയുടെ ഓപ്പറേഷൻസും അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് പ്രത്യേകിച്ചും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജനതയുടെ നന്മയ്ക്കായി, ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്.